പാലക്കാട് ഇപ്പോ വെതർ സ്റ്റേഷൻസിൽ രേഖപ്പെടുത്തിയ താപനിലയാണ് 39 എന്ന് പറയുന്നത്. പലയിടങ്ങളിലും 40 കടന്നു കഴിഞ്ഞു. അതിപ്പോ ഒരു ഓവറോൾ താപനിലയാണ് ഇവര് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും 40 കടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ഏരിയസിലും 2-3 ഡിഗ്രി കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ സംഖ്യ തന്നെയാണ്. അർബൻ ഹീറ്റ് ലൈൻ ഐലൻഡ് എഫക്ട്, അത് മാത്രമല്ല ഹ്യൂമിഡിറ്റി. പാലക്കാട് 40 ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ 40 ഡിഗ്രി കടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഇഫക്റ്റ് അത്രത്തോളം അനുഭവപ്പെടാത്തതിന് കാരണം അവിടെ ഹ്യൂമിഡിറ്റി വളരെ കുറവാണെന്നുള്ളതാണ്. ഏകദേശം 25% മാത്രമേ ഉള്ളൂ ഹ്യൂമിഡിറ്റി. പക്ഷേ കോസ്റ്റൽ ഏരിയാസിൽ ഇപ്പൊ 35 ഡിഗ്രീസ് ആണെങ്കിൽ 34-35 ആണെങ്കിലും പലയിടങ്ങളിലും 34-35 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, 36 വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഹീറ്റ് ഐലൻഡ് എഫക്ട് അവിടെ ആപ്ലിക്കബിൾ ആണ്. അപ്പോ വളരെയധികം കോൺക്രീറ്റ് ഉള്ള ഇടങ്ങളിലും നഗരപ്രദേശങ്ങളിലും 35 മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി എറണാകുളം തൃശ്ശൂർ പോലുള്ള ഇടങ്ങളിൽ 35-36 ഡിഗ്രീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു അളവാണ്. അവിടെ അനുഭവിക്കുന്ന താപം 40 ഡിഗ്രിക്ക് മുകളിൽ പോയിട്ടുണ്ട്. അനുഭവിക്കുന്ന താപം ഇതിനൊരു പ്രത്യേക ഒരു കാരണമായിട്ട് പറയാനുള്ളത് അവിടുത്തെ ഹ്യൂമിഡിറ്റിയാണ്. 70% മുകളിലാണ് അവിടുത്തെ ഹ്യൂമിഡിറ്റി. അപ്പോ അനുഭവിക്കുന്ന താപം, അതായത് ഉഷ്ണം, അതിലും പാലക്കാട് അനുഭവിക്കുന്നതിലും കൂടുതലാണ്. പത്തനംതിട്ടയില് നല്ല താപനില ഏറൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ അത്ര ആഘാതം ഉണ്ടാകാത്തതിന് കാരണം അവിടെ ഹ്യൂമിഡിറ്റി കുറവായതിനാണ്. ഇപ്പോ നഗരപ്രദേശങ്ങളിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. നഗരപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയാസിനാണ് ഉള്ളത്. എസ്പെഷ്യലി എറണാകുളം, തൃശ്ശൂരിന്റെ കോസ്റ്റൽ ഭാഗങ്ങൾ, കോഴിക്കോടിന്റെ കോസ്റ്റൽ ഭാഗങ്ങൾ, അതുപോലെ കണ്ണൂർ തുടങ്ങിയ ഭാഗങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുകയും അതിന്റെ ആഘാതം കൂടുതലായിട്ട് മനുഷ്യർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഇതിന് ഒരു പ്രതിവിധിയുള്ളത്, നമുക്ക് സ്വെറ്റ് ചെയ്യാൻ കഴിയില്ല, അതായത് വിയർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് നനഞ്ഞ തുണി കൊണ്ട്, ഇപ്പോ പുറത്ത് പണിയെടുക്കുന്നവർ മാത്രമല്ല സാധാരണക്കാർ പോലും 2 നേരം കുളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത തുണി കൊണ്ട് അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടയ്ക്കുക വേണം. കാരണം ആ വേർപ്പ് അക്യുമുലേറ്റ് ചെയ്തിട്ട് വിയർക്കാനുള്ള സാഹചര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആഘാതം ഒഴിവാക്കാനായിട്ട് ഈ ശരീരം തണുപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രതിരോധ മാർഗം. അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ചൂടും തണുപ്പല്ല, ഒരു മഴക്കാലത്തെ ആ ഒരു താപനില കുറവും നമ്മൾ അനുഭവിച്ച ശീലവരുന്നവരാണ്. ഇതിപ്പോ പുതിയൊരു സംഭവമൊന്നുമല്ല. അത് അതിന്റെ ആഘാതം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ആന്തരികമായ താപം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ആഹാര സാധനങ്ങൾ ശീലിക്കുക, പ്രത്യേകിച്ച് ഈ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക. അത് മാത്രമല്ല ശരീരം തണുപ്പിക്കാനായിട്ടുള്ള ആഹാര സാധനങ്ങൾ ശീലമാക്കുക. എസ്പെഷ്യലി നമുക്കിപ്പോ അബൻഡന്റ് ആയിട്ടുള്ള മാങ്ങ, പച്ചമാങ്ങ, സവാള, ചെറിയ ഉള്ളി, പഴങ്കഞ്ഞി ഭയങ്കര ഒരു താപനില കൺട്രോൾ ചെയ്യാൻ, ഇന്റേണൽ ഹീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്രോതസ്സാണ്. രാവിലെ പഴങ്കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ നമുക്ക് അതിന്റെ ഒരു പ്രയോജനം കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നൂറ്റാണ്ടുകളായിട്ട് കേരളീയർ പരിശീലിച്ചു വന്നുകൊണ്ടിരുന്ന ആ ഒരു ആഹാരശീലം, ഭക്ഷ്യശീലം തുടർന്ന് വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഈ സമയത്ത് ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്, സ്പൈസി ഫുഡ്സ്, അതുപോലെ മീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കുറയ്ക്കുകയാണ് നല്ലത്. ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ഡയറി പ്രൊഡക്ട്സ്, മോര്, തൈര്, എന്താണ് പറയുക, സംഭാരം, അതൊക്കെ ഈ സമയത്ത് വളരെ നല്ലതാണ്. അതൊക്കെ പരിശീലിക്കണം. ഇപ്പൊ ഈ ന്യൂജൻ ആളുകളൊന്നും അതിനെക്കുറിച്ച് വലിയ ബോധവാന്മാരല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, വളരെ കട്ടി കൂടിയ വസ്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ ധരിച്ച് ശീലപ്പെട്ടിട്ടുള്ളത്. അതായത് ജീൻസ്, അതുപോലെ കട്ടി കൂടിയ ഒരു ടോപ്പ്, അതുപോലുള്ള കാര്യങ്ങളാണ് ശീലിക്കുന്നത്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുപോലെ തന്നെ സമ്മർ കട്ട് ശീലിക്കുക. അതായത് നമ്മൾ പണ്ട് പരിശീലിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ സമ്മർ കട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ സമ്മർ കട്ട് ശീലിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആന്തരികമായിട്ടുള്ള താപം ഒഴിവാക്കാനായിട്ട് സാധിക്കും. കൂടെ പരിശീലിക്കുക, കൂടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക.
പക്ഷേ ഈ ഉഷ്ണം ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അന്തരീക്ഷത്തിൽ മുഴുവനും ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് ഈ ഉഷ്ണം ഒഴിവാക്കാനായിട്ട് പറ്റില്ല. കാരണം വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കുറവാണ്. പക്ഷെ എന്നിരിക്കലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചൂട് എൻജോയ് ചെയ്യാൻ ശീലിക്കുക. അതായത് എൻജോയ് ദ ഹീറ്റ്. തണുപ്പും നമ്മളിപ്പോ മഴക്കാലം എൻജോയ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ഹീറ്റും എൻജോയ് ചെയ്യുക. കാരണം നമ്മൾ ഇക്വേഷനടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ട്രൈ ടു എൻജോയ് ദ ഹീറ്റ്. കാരണം വളരെ കൂടിയ തോതിൽ ഉള്ള സൺലൈറ്റ് കിട്ടുന്ന സമയമാണ്. സൺലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യദായകമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ടുള്ള. സ്റ്റീവ് ജോബ്സ് എന്താണ് പറഞ്ഞത്? സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ സ്ഥാപനങ്ങളാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സൺലൈറ്റ് ശീലിക്കുക. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ ലോകം വെടിഞ്ഞുപോയി. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന ലെക്ചറുകളിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സൺലൈറ്റ് ശീലിക്കണം. അതായത് നമ്മൾ സൂര്യപ്രകാശം ഏൽക്കാൻ, നമ്മൾ പഴയ പോലെയുള്ള സൂര്യപ്രകാശം നമുക്ക് ഏൽക്കാനായിട്ടുള്ള ആ ഒരു സംവിധാനം സ്വയം ഒരുക്കണം. കാരണം ഒരിക്കലും നമ്മൾ സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥകളാണ് നമ്മൾ സ്വയം വരുത്തി വെക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഏൽക്കണം. അത് ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങൾ എല്ലാവർക്കും ഉണ്ട്. വൈറ്റമിൻ ഡി മാത്രമല്ല, 200 ജീനുകളെയാണ് സൂര്യപ്രകാശം ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൂര്യപ്രകാശത്തെ ഒരു ശല്യമായിട്ട് കാണാതെ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മള് പൂർണ്ണമായിട്ടും സൂര്യപ്രകാശത്തിനെ ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഒരു 9 മുതൽ 10 മണി വരെയുള്ള ഈ സമ്മർ സമയത്ത് 9 മുതൽ 10 മണി വരെയുള്ള സമയത്തുള്ള സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിവെക്കാൻ കാരണമാകുന്നതാണ്. ഒരു 10 മിനിറ്റ് എല്ലാവരും സൂര്യപ്രകാശം ഏൽക്കുക. ഒരു വർഷം മുഴുവനും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, പിന്നെ മറ്റ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനായിട്ട്, അതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ടുള്ള ഒരു പ്രയോജനം ഇതിൽ നിന്ന് ലഭിക്കും. അത് പുതിയൊരു അറിവാണ്. ശരിക്കും സ്റ്റീവ് ജോബ്സിനോട് നന്ദി പറയുക. ശരിക്കും അദ്ദേഹം ഇത് ഹൈലൈറ്റ് ചെയ്തതിന് അവരോട് നന്ദി പറയുക. ഇത് കാരണം നമ്മൾ സ്ഥിരമായിട്ട് സൂര്യപ്രകാശം ലഭിച്ച ശീലം ഉള്ളവരാണ്. പൊതുവെ ഡയബറ്റീസും കൊളസ്ട്രോളും മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസും ധാരാളമായിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിലുള്ള ആഹാരമല്ല, കുറച്ചുകൂടി നല്ല പ്രകൃതിയുമായിട്ട് യോജിച്ച ആഹാരമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം ഒഴിവായി. നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ധാരാളം ഈ പ്രോസസ്ഡ് ഫുഡാണ് കഴിക്കുന്നത്, പ്രത്യേകിച്ച് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്. ഇതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട്, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് സൺലൈറ്റ് വളരെയധികം സഹായിക്കും. ഞാൻ ഈ ഉച്ച സമയത്ത് ഇതല്ല പറയുന്നത്. അതായത് പ്രഭാതത്തിൽ, അറ്റ്ലീസ്റ്റ് പ്രഭാതം കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ, ഉച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള, ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ 8 മുതൽ 9 വരെ അല്ലെങ്കിൽ 9 മുതൽ 10 വരെയുള്ള സൂര്യ പ്രകാശം ഒരു 10 മിനിറ്റെങ്കിലും എല്ലാവരും ശീലിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ കുറയും. അത് മാത്രമല്ല, ശരീരത്തിലെ ലിപ്പിഡിന്റെ പ്രശ്നങ്ങൾ കുറയും. അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിന്റെ റിസൾട്ട്സ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സൂര്യപ്രകാശം ഒരു വരദാനമാണ്. അത് എൻജോയ് ചെയ്യുക. എസ്പെഷ്യലി ഈ ചൂട് സമയത്ത്, അതായത് ഈ 11 മുതൽ 3 മണി വരെയുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറയ്ക്കുക. പുറത്ത് ജോലി ചെയ്യുന്നവർ അതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഓട്ടോ ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, വളരെ കഷ്ടമാണ് ഇവരുടെ കാര്യം. കാരണം ഈ അവര് അസ്വസ്ഥരാണ്. കാരണം ഓട്ടോ ഡ്രൈവേഴ്സും ബസ് ഡ്രൈവേഴ്സും അവരുടെ ജീവിതോപാധിയാണ്. അവർ ഡെയിലി ഇതിന്റെ ഇത്തരത്തിലുള്ള ആഘാതം സഹിച്ചുകൊണ്ടാണ് അവർ ഈ ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് അവരതിന്റെ കാര്യങ്ങൾ ചെയ്യണം. അതായത് അവരെ കട്ടിയുള്ള കാക്കി തുണി എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം കട്ടിയുള്ള കാക്കി തുണി അത് അവർക്ക് വളരെ വലിയൊരു ശാരീരികമായ ആഘാതം വരുത്തി വെക്കുന്നുണ്ട്. അപ്പൊ അതിന് കോട്ടൺ വസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത്. വളരെ നേരിയ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. പിന്നെ ഈ പാൻസും അതൊന്നും ഈ സമയത്ത് അനുയോജ്യമല്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ് ഈ ജീൻസും മറ്റ് സിന്തറ്റിക് ആയിട്ടുള്ള പാൻസും ടോപ്പും അങ്ങനെയുള്ള ഷർട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ.
നമ്മളിവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വളരെ നേരിയ കോട്ടൺ വസ്ത്രങ്ങൾ, അതും ബനിയനൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഈ സമയത്ത് നല്ലത്. ഷൂ, അതുപോലെയുള്ള ക്യാൻവാസ് ഷൂസ്, അതുപോലെയുള്ള സ്നീക്കേഴ്സ് തുടങ്ങിയ ഒഴിവാക്കുക. സാധാരണ ചപ്പലുകൾ ഉപയോഗിക്കുക, പിന്നെ കുട ഉപയോഗിക്കുക. ഈ സമയത്ത് ഇതാണ് ഏറ്റവും കേരളീയർക്ക് നല്ലത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.